തൃശൂർ മുണ്ടത്തിക്കോട്ട് വെടിക്കെട്ട് അപകടത്തിൽ കടുത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് നിയുക്ത ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കൂടുതൽ വസ്തുത അന്വേഷണത്തിന് ശേഷം മാത്രമേ കണ്ടെത്താൻ കഴിയൂ. പടക്ക നിർമ്മാണം വലിയൊരു തൊഴിൽ മേഖലയാണെന്നും വിശ്വാസത്തിന്റെ ഭാഗമാണിതെന്നും ഇത് നിർത്തലാക്കുകയല്ല പരിഹാരമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഡൽഹിയിൽ ജനം ടിവിയോട് പറഞ്ഞു. ഇത് വെടിക്കെട്ട് നിർമ്മാണശാല അല്ലെങ്കിൽ അത് അസംബിൾ ചെയ്യുന്ന യൂണിറ്റ്, അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ് ഒരു വെടിക്കെട്ട് നടത്തിപ്പുകാരൻ അതിൻ്റെ കോൺട്രാക്ടറുടെ എന്തെല്ലാം നിർദ്ദേശം കൊടുത്തേക്കണേ, എന്തെല്ലാം ഐറ്റംസ് വേണം, അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും അശ്രദ്ധ ഉണ്ടായി. ശ്രദ്ധാപൂർവം ചെയ്തിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല. ഇത് അടുത്തടുത്ത കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിനകത്താണ് ഇത് താൽക്കാലിക ഷെഡ്ഡോമറ്റിയാണോ എനിക്കറിയില്ല. ഇവിടെ ഇത് ചെയ്ത് ഞാൻ ആ മേഖലയെക്കുറിച്ച് TV കണ്ട റിപ്പോർട്ടല്ലാതെ എനിക്ക് ഡീറ്റെയിലൊന്നും അറിയില്ല. ഏതായാലും അവിടെ പോയി അന്വേഷണം നടത്തും, വിശദമായ അന്വേഷണം നടത്തും. എന്താണ് ഈ സ്ഫോടനത്തിന് കാരണമായത്, അതെന്താണ് ഇതിൻ്റെ വ്യാപ്തി കൂട്ടിയത്, അതിനെക്കുറിച്ചെല്ലാം പഠിച്ച് ഡീറ്റെയിലിൽ പഠിച്ച് എങ്ങനെ ഇങ്ങനെ ഒന്ന് ഭാവിയിൽ തടയാൻ നോക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഈ ഒരു അപകടത്തിൽ കടുത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല, വലിയ രീതിയിലുള്ള അപാകതകൾ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിയുക്ത ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കിയത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ജനം ടിവിയോട് വിശദീകരിച്ചത്? സുരേഷ്, അല്പസമയം മുമ്പാണ് ജനം ടിവിയോട് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പ്രത്യേകിച്ച് വെടിക്കെട്ട് നിർത്തണം അല്ലെങ്കിൽ വെടിക്കെട്ട് നിരോധിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞത്. അതായത് വെടിക്കെട്ട് നിർത്തേണ്ട ആവശ്യകത ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനുള്ള പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ വെടിക്കെട്ടുമായി അല്ലെങ്കിൽ കരിമരുന്നുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ അത് നിർത്തണം എന്നൊരു നിലപാട് അല്ലെങ്കിൽ എന്നൊരു ആശയം തനിക്കില്ല എന്നും, അതേസമയം ഈ ഒരു വിഷയം, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എങ്കിൽ സുരക്ഷ അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കേണ്ട രീതിയിൽ വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതേസമയം ഈ വരുന്ന ശനിയാഴ്ചയാണ് അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുറ്റിങ്ങൽ ദുരന്തം നമുക്ക് ഇതിലൂടെ വായിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുറ്റിങ്ങൽ ദുരന്തത്തിനുള്ള പ്രധാന കാരണമായി അവിടെ ചൂണ്ടിക്കാട്ടി അപ്പോഴത്തെ ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയത് പ്രധാനമായി പറയുന്നത് ഒന്നെന്ന് പറയുന്നത് അതായത് ഏകോപനമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ, ADM അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ ഏകോപനം നടത്തിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതേ രീതിയിലുള്ള ഏകോപനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യമാണ് അദ്ദേഹം നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അന്വേഷണം അദ്ദേഹം കണ്ടെത്താനും ഇരിക്കുന്നതും. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പാറമേക്കാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. പാറമേക്കാവിലെ ഈ ഒരു കരിമരുന്ന് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കരിമരുന്ന് നിർമ്മാണ കേന്ദ്രത്തിൽ അളവിൽ കൂടുതലുള്ള കരിമരുന്ന് കണ്ടെത്തിയതുമായുള്ള ഒരു വിഷയമുണ്ട്. അതും വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു വെടിക്കെട്ട് നടത്തുമ്പോൾ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെ പറ്റി കൃത്യമായ ബോധവൽക്കരണം നടത്തിയില്ല എന്നടക്കമുള്ള ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന ശനിയാഴ്ചയാണ് അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നത്. സുരേഷ്, ദിലീപ്, ഇവിടെ CN രാമചന്ദ്രൻ നായർ പറഞ്ഞതുപോലെ തന്നെ ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് കടുത്ത സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൂടെ കൃത്യമായി ഇതിൻ്റെ വിശദാംശങ്ങൾ, ആ കാര്യകാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നതിന് വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സുരേഷ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന ഏറ്റവും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് തനിക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല, മാധ്യമങ്ങൾ വഴി ലഭിച്ച അറിവ് മാത്രമേ നിലവിലുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും ഇത് തന്നെയാണ്. പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും. അതിലും ഏകോപനം ഉണ്ടായില്ല. അത്തരത്തിലൊരു സംഭവം തന്നെയാണ് ഇവിടെയും ഉണ്ടാകാൻ സാധ്യത എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ പാറമേക്കാവ് വിഷയമാണ്.
അതോടൊപ്പം അതേസമയം തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് വെടിക്കെട്ട് നിരോധിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളിലടക്കം വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വെടിക്കെട്ടും അതോടൊപ്പം തന്നെ ആഘോഷങ്ങളും എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് നിർത്തേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് സർക്കാരിന് എന്തായാലും വെടിക്കെട്ട് നിർത്തണമെന്നൊരു താല്പര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക കമ്മീഷനെ നിയമിച്ചതെന്നടക്കമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ അന്വേഷണം എന്തായാലും ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതായത് ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. സുരേഷ്, മുന്നൂറ്റിക്കോട്ട് കടുത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിയുക്ത ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനം ടിവിയോടാണ് അദ്ദേഹം നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും ദിലീപ് നൽകിയത്.